വീണ്ടും ഒരു കഥ പറയട്ടെ. കേരളത്തിന്റെ കഥ, കേരളത്തിന്റെ യഥാർത്ഥ കഥ. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു സിനിമ എടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് 1888 തുടങ്ങാം. അൺടച്ചബിലിറ്റി എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു സൊസൈറ്റിയിൽ ജനിച്ച ശ്രീനാരായണ ഗുരു അന്ന് അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി. അന്ന് ബ്രാഹ്മണർക്ക് മാത്രം പെർമിഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സന്ദേശം ഇതായിരുന്നു: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനും. അവിടെ നിന്നാണ് മെജോറിറ്റി കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ കമ്മ്യൂണൽ ഹാർമണിയുടെ തുടക്കം. 1936 ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് 11 കൊല്ലം മുന്നേ വെറും 24 വയസ്സുള്ള ചിത്തിര തിരുനാൾ മഹാരാജ ടെമ്പിൾ പ്രോക്ലമേഷൻ ആക്ട് സൈൻ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ബാക്ക്വേർഡ് കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് അമ്പലങ്ങളിലേക്ക് പ്രവേശനം നൽകിയത് കേരളത്തിന്റെ തിരുവിതാംകൂറാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ആവറേജ് ലിറ്ററസി റേറ്റ് 18% അന്ന് കേരളത്തിന്റേത് 47%. 1991 നമ്മൾ 90% കടന്നു. ഇന്നത് 96.2% എത്തി നിൽക്കുന്നു. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ്. 1964 ന്യൂയോർക്ക് ടൈംസ് നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ദ ലവ്ലിയസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രി എന്നാണ്. കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 0.784 ആണ്. ഇത് ബ്രസീൽ, മെക്സിക്കോ പോലത്തെ രാജ്യങ്ങൾക്ക് തുല്യവും ഓൾമോസ്റ്റ് അറ്റ് പാർ വിത്ത് മെനി ഫസ്റ്റ് വേൾഡ് നേഷൻസും ആണ്. കേരളത്തിന്റെ ഹെൽത്ത് കെയർ എപ്പോഴും ഒരു വാർത്തയാവാറുണ്ടല്ലോ. 1879 അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ഏകദേശം 68 വർഷങ്ങൾക്ക് മുന്നേ തന്നെ തിരുവിതാംകൂർ വാക്സിനേഷൻ നിർബന്ധമാക്കി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് 78%, ഏറ്റവും കുറഞ്ഞ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും സ്വപ്നം കാണുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ ഒരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു. 2020 യുണൈറ്റഡ് നേഷൻസ് കേരളത്തിന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോളിന് ഒരു അവാർഡ് കൊടുത്തു. ഒരു മാതൃകാ സംസ്ഥാനം. ഇവിടെ 95% ചൈൽഡ് ബർത്ത് ഹോസ്പിറ്റൽസിൽ നടക്കണം. ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ്. ഇവിടുത്തെ ലോ ബർത്ത് വെയിറ്റ് അതായത് 2.5 കിലോസ് കുറഞ്ഞ വെയിറ്റിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ നിരക്ക് വെറും 13.3% ആണ്. ഇത് പല ഫസ്റ്റ് വേൾഡ് കൺട്രീസിനേക്കാളും കുറവാണ്. ഇതായാലും ബ്രസ്റ്റ് ഫീഡിംഗ് എൻകറേജ് ചെയ്യുന്ന കാര്യത്തിനായാലും യൂണിസെഫും WHO കേരളത്തിനെ ലോകത്തെ ആദ്യത്തെ ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചു. ലോകത്തെ ആദ്യത്തെ ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ്. ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് മാത്രമല്ല, വിമൻ എംപവർമെന്റിന്റെ കാര്യത്തിലും കേരളം മുന്നിലാണ്. കുടുംബശ്രീ ലോകത്തെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വിമൻ എംപവർമെന്റ് ഗ്രൂപ്പ്സ് കേരളത്തിലാണ്. ഇനി നമ്മുടെ പ്രവാസികളുടെ കാര്യം. അവർ ഓരോ വർഷവും കേരളത്തിലേക്ക് അയക്കുന്നത് ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന 20% ഫോറിൻ മണി കേരളത്തിൽ നിന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഗൾഫ് കാരണം ഇന്ത്യയുടെ ഫോറക്സ് റിസർവ്സും GDPയും സ്ട്രോങ് ആവുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലും, അതിപ്പോ കോവിഡ്, നിപ്പ, പ്രളയം, വയനാട് ദുരന്തം എന്തോ ആവട്ടെ, ജാതിമത ഭേദമന്യേ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പോരാടുന്ന കേരളം. ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആവട്ടെ, ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ ആവട്ടെ, മുസ്ലിം ഫെസ്റ്റിവൽ ആവട്ടെ, മതഭേദം ഇല്ലാതെ ഒന്നിച്ച് ആഘോഷിക്കുന്ന കേരളം. A model state, the model state for human development, the model state for communal harmony. എന്റെ കേരളം. ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു സിനിമ എടുക്കാവോ?